ഇത് സാത്താന്റെ നിയമപുസ്തകമാണ്. ഇരുണ്ട ഭൂമിയുടെ വേദപുസ്തകം. എങ്ങനെ സാത്താനെ സേവിക്കണമെന്നും എങ്ങനെ സാത്താന്റെ സന്തതികൾ ജീവിക്കണമെന്നും എഴുതി വച്ചിരിക്കുന്നത് ഇതിലാ. നമുക്ക് വിശുദ്ധ ഖുറാൻ എങ്ങനെയോ, ബൈബിൾ എങ്ങനെയോ, രാമായണം എങ്ങനെയോ, അതുപോലെ തന്നെയാണ് അവർക്ക് ആ ബുക്കും. അവർ ആ ബുക്ക് മറിച്ചു നോക്കി. ഇത് കണ്ടോ? അവർ ആ ബുക്കിലെ ഒരു ചിത്രം കാണിച്ചു കൊടുത്തു. ഈ മാല അവർ സാത്താന്റെ വിശുദ്ധ അടയാളമായിട്ടാണ് കാണുന്നത്. സാത്താനെ സേവിക്കുന്നവരുടെ കയ്യിൽ ഈ മാലയുണ്ടാകും. അവർ സാത്താൻ സേവ ചെയ്യുന്ന സമയം ഇത് ധരിക്കും. ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയാണ് അവർ സാത്താനെ ആരാധിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അവസാനമില്ലാത്തതാണ്. എന്നാൽ നിന്റെ ദൈവം അതിലെത്ര ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്? എന്നിലേക്ക് വരുവീൻ. നിന്റെ ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ലാത്ത പോലെ എന്റെ ശക്തിക്ക് ക്ഷയമില്ല. മോഹത്തെ പേറി പാപത്തെ പ്രസവിക്കുന്ന മനുഷ്യന് ആഗ്രഹങ്ങൾ മതിവരാത്ത കാലത്തോളം ദൈവത്തിന് മുകളിലായിരിക്കും എന്നും ഞാൻ. നഗരത്തിലെ പ്രമുഖമായ റെസ്റ്റോറന്റിൽ കൂട്ടുകാർക്കൊപ്പം തന്റെ 26ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു നഥാൻ ഡാനിയൽ എയ്ഥൻ. നിലാവിൽ ഓളങ്ങൾ തല്ലുന്ന സ്വിമ്മിംഗ് പൂളിൽ കാലിട്ടിരിക്കുകയായിരുന്ന നഥാൻ എഴുന്നേറ്റ് നിന്നു. അതെ, പറഞ്ഞില്ലെന്ന് വേണ്ട. നീയൊക്കെ പറഞ്ഞ ബ്രാൻഡ് തന്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്തൊന്നും എന്നോട് ചെലവ് ചോദിക്കരുത്. ഈ മാസത്തെ എന്റെ സാലറിയാണ് ഈ കിടക്കുന്നതൊക്കെ. എടാ ആളിയ, എച്ചിത്തരം പറയാതെ, ലക്ഷ്മൺ പറഞ്ഞു. ഞാൻ പറയും, ഇനിയും പറയും. എടാ, നിന്നെപ്പോലെയൊക്കെ ദൂർത്തടിക്കാൻ ഒന്നുമില്ലാത്തവനാ ഞാൻ. കയ്യിലാകെയുള്ളത് ആരോ ഇട്ട നഥാൻ ഡാനിയൽ ഏഥൻ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഈ ഡാനിയൽ ഏതാ, ഏഥൻ ആരാ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ പൊന്നു മാൻ, ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാ. ആൽവിൻ പൂളിലേക്കിറങ്ങി. ഞാൻ പറയൂടാ. കയ്യിലിരുന്ന കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്നത് നഥാൻ കുടിച്ചു തീർത്തു. നിനക്കൊന്നും അറിയില്ല ഒറ്റയ്ക്കാകുന്ന സങ്കടം. ഈ നഥാൻ അത് കുറെ അനുഭവിച്ചതാ. ഏതോ ഒരു ചാരിറ്റിയാണ് എന്നെ വളർത്തിയത്. പഠിപ്പിച്ച് ദേ ജോലി കയ്യിൽ കൊണ്ടുവന്നു തന്നു. എന്തിന്? ആർക്കു വേണ്ടി? നഥാൻ വീണ്ടും കുടിച്ചു. നഥാ, ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളോ? വേറൊന്നും ഇല്ലേ? ആൽവിൻ നഥാനെ നോക്കി ചിരിച്ചു. പന്ന കഴിവേറി മോനെ, അത് മാത്രം നഥാൻ ചെയ്യില്ല. നഥാൻ നിലത്തിരുന്നു. ലക്കി, അവൻ ലക്ഷ്മണനെ വിളിച്ചു. എന്തേടാ? താങ്ക്സ് ഉണ്ടളിയ, ഈ റെസ്റ്റോറന്റ് സെറ്റപ്പ് ഓക്കെ ആക്കി തന്നതിന്. നിനക്കും നിന്റെ ഈ റെസ്റ്റോറന്റ് ഓണറായ നിന്റെ അപ്പനും. നഥാൻ അവിടെ കിടന്നു. എല്ലാവർക്കും നന്ദി, പെരുത്ത് നന്ദി. നഥാൻ പതിയെ ഉറങ്ങി. അവൻ പത്തി മടക്കി. ലക്ഷ്മണും നിലത്ത് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂളിൽ നിന്നും കയറി ആൽവിനും കിടന്നു. മെല്ലെ വന്ന കാറ്റ് നഥാന്റെ മുടികളെ തലോടിപ്പോയി. മെല്ലെ നഥാൻ കണ്ണു തുറന്നു നോക്കി. മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവനെ നോക്കി ചിരിച്ചു. നഥാൻ എഴുന്നേറ്റ് നിന്ന് പോക്കറ്റിൽ തപ്പി കീയെടുത്തു. ലക്കി. ലക്ഷ്മൺ മൂളി. എടാ, ഞാൻ പോവാ, നഥാൻ പറഞ്ഞു. ആ. നഥാൻ നടന്ന് കാർ പാർക്കിങ്ങിൽ ചെന്ന് കാറിൽ കയറി. കുറച്ചു നേരം കണ്ണുകളടച്ചിരുന്നു. നഥാൻ തന്റെ ബെഡിൽ കമിഴ്ന്നു കിടന്നുറങ്ങുകയായിരുന്നു. അടുത്തു തന്നെ പുതപ്പ് തന്റെ ദേഹത്തോട് ചുറ്റി ഒരു പെൺകുട്ടി മുഖം താഴ്ത്തി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അവളുടെ കരച്ചിൽ കേട്ട് നഥാൻ പതിയെ കണ്ണു തുറന്നടച്ചു. തന്റെ ദൃഷ്ടിയിൽ ഒരു പെൺരൂപം പതിഞ്ഞ പോലെ അവന് തോന്നി. പെട്ടെന്ന് നഥാൻ എഴുന്നേറ്റ് അവളെ നോക്കി. നീ ആരാ? അവൻ ചോദിച്ചു. നഥാനെ കണ്ടതും അവൾ ഒന്നുകൂടി ഉറക്കി കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ നഥാൻ ഭയന്നു. താനാരാ? എന്തിനാ കരയുന്നേ? നഥാൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയതും അവൾ പിടഞ്ഞ് പിന്നോട്ടു മാറി. പുതച്ചിരുന്ന പുതപ്പ് അവൾ മുറുക്കെ പിടിച്ചു. അവളുടെ തോളിൽ നിന്ന് പുതപ്പ് വീണ് കിടന്നിരുന്നു. നഥാൻ ഒന്നും ഓർമ്മ വന്നില്ല. എന്താണ് നടക്കുന്നതെന്നും മനസ്സിലാകാതെ നഥാൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അവളാണെങ്കിൽ അപ്പോഴും കരച്ചിലായിരുന്നു. നഥാൻ നോക്കുമ്പോൾ അലമാരയുടെ അടുത്ത് അവളുടെ വസ്ത്രങ്ങൾ കിടക്കുന്നത് കണ്ടു. അവൻ ഓടിച്ചെന്ന് അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അത് വാങ്ങി. അപ്പോഴും അവൾ കരച്ചിൽ നിർത്തിയിരുന്നില്ല. നഥാൻ പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് പോയി. ഷേ, നഥാൻ തലയ്ക്ക് കൈകൊടുത്ത് സോഫയിലേക്കിരുന്നു. ഇല്ല, ഇന്നലെ രാത്രി നടന്നതെല്ലാം ഓർമ്മിച്ചെടുക്കുവാൻ നഥാൻ വൃഥാ ശ്രമിച്ചു.
കാറിൽ കയറിയതുവരെ നഥാന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ഇവളെ ഏതെങ്കിലും കള്ളിയാവുമോ? നഥാൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അവൾ ബെഡിന്റെ ഓരത്തിരുന്ന് കരയുകയായിരുന്നു. നീ ആരാ? നഥാൻ അടുത്തേക്ക് വന്നതും അവൾ നീങ്ങിപ്പോയി. അവളുടെ മുഖത്തെ ഭയം കണ്ടപ്പോൾ നഥാൻ നിന്നു. നീ ആരാ? നീ എങ്ങനെ ഇവിടെ വന്നു? നഥാന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അവൾ നഥാനെ തുറിച്ചു നോക്കി. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, നീ ആരാന്ന്? അവൾ കൈകൊണ്ട് നാവ് തൊട്ട് കാണിച്ച് ഇല്ലെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കരഞ്ഞു. നിനക്ക് സംസാരിക്കാൻ കഴിയില്ലേ? നഥാൻ ചോദിച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി കരഞ്ഞു. ഓ ഗോഡ്! നഥാൻ ബെഡിലിരുന്നു. അവൾ പേടിച്ച് നീങ്ങിയിരുന്നു. പേടിക്കണ്ട, എനിക്കൊന്നും ഓർമ്മയില്ല. തന്നെ ഞാൻ എന്താ ഉണ്ടായത്? താൻ ആരാ? പേരെന്താ? അവൾ തന്റെ പേര് പറയുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചെങ്കിലും അവന് ഒന്നും മനസ്സിലായില്ല. 1 മിനിറ്റ്. നഥാൻ എഴുന്നേറ്റ് ഒരു ബുക്കും പേനയും എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ അതിൽ പേരെഴുതി അവന് നീട്ടി. കാതറിൻ. അവൻ വായിച്ചു. നീ എങ്ങനെ എവിടെ എത്തിയത്? അവൻ അവളെ നോക്കി. നിങ്ങളാ എന്നെ കൊണ്ടുവന്നത്. അവൾ എഴുതിക്കൊടുത്തു. ഞാൻ എങ്ങനെ? എനിക്കൊന്നും ഓർമ്മയില്ല. അവൾ വീണ്ടും എന്തൊക്കെയോ എഴുതി. നഥാൻ അത് നോക്കിയിരുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ അവൾ ബുക്ക് അവന് കൊടുത്തു. ഞാനൊരു ജോലിയുടെ ആവശ്യത്തിനായി വന്നതാ. ഇന്നാ ഇന്റർവ്യൂ. ഇന്നലെ വന്നതുകൊണ്ട് ആ കമ്പനി എനിക്ക് യെല്ലോ ഗാർഡൻ റെസ്റ്റോറന്റിന്റെ കോട്ടേജ് റെഡിയാക്കി തന്നു. പക്ഷേ രാത്രി കമ്പനി MD വന്ന് ജോലിയുടെ കാര്യം സംസാരിക്കാനാണെന്നും പറഞ്ഞിട്ട്, പക്ഷേ അയാൾ എന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നത് നിങ്ങളുടെ കാറിന്റെ മുന്നിലേക്കാ. നിങ്ങളാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ എന്നെ... ഞാൻ... നഥാൻ എഴുന്നേറ്റ് തലയ്ക്ക് കൈകൊടുത്തു നടന്നു. സംസാരിക്കാൻ കഴിയാത്ത നിന്നെ ആരാ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത്? വീട്ടിലാരുമില്ലേ? കാതറിൻ ബുക്ക് തുറന്ന് എന്തോ എഴുതി കൊടുത്തു. എനിക്കൊരമ്മച്ചി ഉണ്ടായിരുന്നു. 4 മാസങ്ങൾക്ക് മുന്നേ അമ്മച്ചി മരിച്ചു. ആരും നോക്കാനില്ലായിരുന്നു. പത്രത്തിൽ ഇങ്ങനൊരു പരസ്യം കണ്ടു വന്നതാ. നഥാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിലേക്കിരുന്നു. അവളുടെ കണ്ണുകൾ അപ്പോഴും തോർന്നിരുന്നില്ല. അവളോട് എന്താ പറയേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു നഥാൻ. നിന്റെ നാട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ ഞാൻ, അവൻ പറഞ്ഞു. അവൾ വേണ്ടെന്ന് തലയാട്ടി. പിന്നെ എവിടെയാ പോകേണ്ടത്? അതിന് കരച്ചില് മാത്രമായിരുന്നു മറുപടി. കരയണ്ട, നമുക്ക് ആലോചിക്കാം, അവൻ പറഞ്ഞു. പ്ലീസ് കരയണ്ട, എനിക്ക് ഓഫീസിൽ പോകണം. താൻ ഇവിടെ ഇരിക്കെ, ഞാൻ വന്നിട്ട് നമുക്ക് ആലോചിക്കാം. അവൾ ഒന്നും മിണ്ടിയില്ല. നഥാൻ ടവലെടുത്ത് ബാത്റൂമിൽ കയറി. കുറച്ചു നേരത്തിന് ശേഷം നഥാൻ കുളി കഴിഞ്ഞിറങ്ങി. അപ്പോഴും അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. നഥാൻ തന്റെ ഡ്രസ്സ് അലമാരയിൽ നിന്നെടുത്ത് മറ്റൊരു റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി വന്നു. ഞാൻ ഡോർ പുറത്തുനിന്ന് പൂട്ടും. ഇതൊരു വീടിന്റെ മുകളിലെ ഭാഗം ഞാൻ വാടകയ്ക്ക് എടുത്തതാ. താഴെ ആരുമില്ല. നിനക്ക് വേണമെങ്കിൽ ഫ്രഷ് ആവാം. പിന്നെ ഡ്രസ്സ് എന്റെ ടീഷർട്ട് അലമാരയിൽ കാണും, വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഫുഡ് ഫ്രിഡ്ജിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ടൈം വൈകി, ഞാൻ പോവാ. നഥാൻ അതും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ഡോറ് പുറത്തു നിന്നും ലോക്ക് ചെയ്തു.